അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്നൊരു വിഭാഗമുണ്ടെന്നും അവർ മൂന്നാം ലിംഗമാണെന്നുമുള്ള ഒരു വാദം കുറേ ആയിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. LGBTQ എന്നാണ് പൊതുവെ അത്തരം ആളുകൾ, അത്തരം വിഭാഗം അറിയപ്പെടുന്നത്. എന്താണ് LGBTQ എന്ന ഒരു പഠനവും ഇസ്ലാം എന്ത് നിലപാടാണ് ഇവരോട് സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയുമാണ് ഇന്നത്തെ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇത് ഇസ്ലാമിൽ ഖുർആനിൽ അള്ളാഹു പുരുഷനെ കുറിച്ചും സ്ത്രീയെക്കുറിച്ചും മാത്രമാണ് പറയുന്നത്. ഇതിന് രണ്ടിനും ഇടയിലുള്ള നൂറുകണക്കിന് ജെൻഡർ വേരിയൻസ് ഉണ്ട്. അവരെക്കുറിച്ച് ഖുർആൻ പറയുന്നില്ല, അള്ളാഹുവിന് ഇവരെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു വാദം പ്രസക്തമാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ ഇത്തരം ആളുകളെ അറിയാത്തത് കൊണ്ടല്ല, അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പോലും ഇത്തരം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ മൂന്നാം ലിംഗമാക്കി മാറ്റി നിർത്താൻ ആഗ്രഹിക്കാതിരിക്കുകയും പരമാവധി പുരുഷനിലേക്കോ സ്ത്രീയിലേക്കോ ചേർക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതുമാണ് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം എന്നതാണ് ആധികാരികമായി പറയാനുള്ളത്. അപ്പോൾ എന്താണ് LGBT എന്ന് പറഞ്ഞാൽ, L എന്നാൽ ലെസ്ബിയൻ, G എന്നാൽ ഗേ, B എന്നാൽ ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, Q എന്നുള്ളത് ക്യൂർ. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്ത്രീക്ക് സ്ത്രീയോട് ലൈംഗികമായ താല്പര്യം തോന്നുന്നത് സ്ത്രീയോട് മാത്രമേ അവൾക്ക് തോന്നുന്നുള്ളൂ, ഒരു പുരുഷനോട് തോന്നുന്നില്ല. ഗേ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്, ഒരു പുരുഷനാണ്, ഒരിക്കലും ഒരു സ്ത്രീയോട് ലൈംഗികമായിട്ടുള്ള യാതൊരു അട്രാക്ഷനും തോന്നുന്നില്ല, പുരുഷനോട് മാത്രമാണ് തോന്നുന്നത്. B എന്നാൽ ബൈസെക്ഷൽ, പുരുഷനാണ്, ഒരേ സമയം സ്ത്രീയോടും പുരുഷനോടും ലൈംഗികമായിട്ടുള്ള താല്പര്യം തോന്നുന്നു. അതുപോലെ സ്ത്രീയാണ്, ഒരേ സമയം പുരുഷനോടും സ്ത്രീയോടും തോന്നുന്നു, ഇവരാണ് ബൈസെക്ഷൽ. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നാലാം വിഭാഗം. ഇത്തരം ആളുകൾക്ക് ജന്മനാ പുരുഷനായിരിക്കും, ശരീരം കൊണ്ട് പുരുഷനായിരിക്കും, കാഴ്ചയിൽ പൂർണ്ണ പുരുഷനായിരിക്കും, മനസ്സുകൊണ്ട് സ്ത്രീയാവണമെന്ന് കൊതിക്കുന്നു. അല്ലെങ്കിൽ ശരീരം കൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ സ്ത്രീയാണ്, മനസ്സുകൊണ്ട് പുരുഷനാകണമെന്ന് കൊതിക്കുന്നു. ശരീരവും മനസ്സും ഉടക്കി നിൽക്കുന്നു. ഇവരാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെയാണ് ക്യൂർ എന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾക്ക് തങ്ങളുടെ ജെൻഡർ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റാത്ത, ഇന്ന് പുരുഷനോട് മനസ്സിൽ ഇന്ന് ഞാനൊരു പുരുഷനാണ് എന്ന് തോന്നുന്നു, കുറച്ച് കഴിയുമ്പോൾ താനൊരു സ്ത്രീയാണ് എന്ന് തോന്നുന്നു. അങ്ങനെ അത്തരം നിരവധി ജെൻഡർ ഐഡൻറ്റിറ്റീസ് നമ്മുടെ ഇടയിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. മറ്റൊന്നാണ് ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. ഇൻ്റർസെക്സ് എന്നാൽ ഹെമോഫോഡൈറ്റ്സ് ആണ്. അവർക്ക് പുരുഷലിംഗവും സ്ത്രീലിംഗവും ഉണ്ടാകും. ചില ആളുകൾക്ക് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത, അവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാതെ ജീവിക്കുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു 5-6 വിഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനവും എന്താണ് ഈ വിഷയത്തിൽ ഇസ്ലാം പറയുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയുമാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്, സെക്സ് എന്ന് പറയുന്നതും ജെൻഡർ എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. സെക്സ് എന്നാൽ രണ്ടേ ഉള്ളൂ, പുല്ലിംഗം സ്ത്രീലിംഗം, മെയിൽ ആൻഡ് ഫീമെയിൽ. എന്നാൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് മസ്കുലിൻ അല്ലെങ്കിൽ മെയിൽ ജെൻഡർ ഉണ്ടാകും, ഫീമെയിൽ ജെൻഡർ ഉണ്ടാകും, ട്രാൻസ്ജെൻഡർ ഉണ്ടാകും. അതാണ് സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം. ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തൻ്റെ ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്തൊരു പ്രശ്നം. ഫിസിക്കൽ ജെൻഡറും മെൻ്റൽ ജെൻഡറും തമ്മിൽ വ്യത്യാസപ്പെടുക. ശാരീരികപരമായിട്ട് പുരുഷൻ മനസ്സിൻ്റെ ഉള്ളിൽ താനൊരു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയപ്പെടാൻ കഴിയാതെ താനൊരു സ്ത്രീയാണെന്ന് തിരിച്ചറിയുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊരു പദമാണ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു മൂന്നാം ലിംഗക്കാർ ഉണ്ടോ? സത്യത്തിൽ മൂന്നാം ലിംഗക്കാർ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അന്വേഷിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു മൂന്നാം ലിംഗ വിഭാഗം ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു പൊളിറ്റിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ മൂവ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫ്രീഡത്തെ വരെ ഇടപെടുകയാണ്. അങ്ങനെ ഒരു മൂന്നാം ലിംഗമായിട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തരൈൻ മേയറെ പോലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് പറയുമ്പോഴും, ഞാനൊരു വിമണായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴും, അല്ല, നിങ്ങൾ ട്രാൻസ്ജെൻഡറാണ്, നിങ്ങൾ ട്രാൻസ് വിമനാണ്, നിങ്ങൾ LGBTQ ഫാമിലിയിലെ അംഗമാണ് എന്ന് പറഞ്ഞ് ഒരു മൂന്നാം ലിംഗമാക്കി അവരെ മാറ്റി നിർത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ വരെ നടക്കുന്നുണ്ട്. എല്ലാവരും അല്ലെങ്കിൽ ഇത്തരം നിലപാടെടുക്കുന്നതൊന്നും ഇത്തരം LGBT കമ്മ്യൂണിറ്റിയുടെ എലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് അല്ല, മറിച്ച് അവർ ചില പൊളിറ്റിക്കൽ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് നിലപാടുകൾ എടുക്കുമ്പോൾ അതിൻ്റെ കീഴിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ അതിൽ ചേരാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് ചികിത്സിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ, ചികിത്സിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുള്ള ഡോക്ടർമാർ, ഈ ചികിത്സാ മേഖലയിൽ ഗവേഷണം നടത്തണമെന്ന് ആഗ്രഹമുള്ള വൈദ്യശാസ്ത്ര രംഗത്തെ ഗവേഷകർ, ഇവരെ മുഴുവനും നിരുത്സാഹപ്പെടുത്തുന്ന, ഇതൊരു രോഗമല്ല, മൂന്നാം ലിംഗ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാകുന്നത് ഒരിക്കലും ഒരു മാനസിക രോഗമല്ല, അതൊരു അവസ്ഥ പോലെയാണ്. മെയിൽ ഫീമെയിൽ ജെൻഡർ പോലെ തന്നെ മറ്റൊരു ജെൻഡർ തന്നെയാണ് ഇത്, അതുകൊണ്ട് ഇതിന് ചികിത്സിക്കേണ്ടതില്ല എന്ന ചില ആളുകളുടെ ശാഠ്യം കാരണം
എനിക്ക് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട്, എനിക്ക് ചികിത്സിച്ച് മാറാൻ ആഗ്രഹമുണ്ട് എന്ന് കരുതുന്ന ഒരാളുടെ ചികിത്സയെ നിഷേധിക്കുന്ന രീതിയിലാണ് ഇത്തരം ആളുകളുടെ രാഷ്ട്രീയപരമായ ഇടപെടൽ. ചികിത്സാ സ്വാതന്ത്ര്യത്തെ ഇവരുടെ ഈ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഇടപെടുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല. ഇപ്പോൾ ഡോക്ടർ മൈക്കൽ ഡേവിഡ്സൺ, അദ്ദേഹം പണ്ടൊരു ഗേ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പണ്ട് എനിക്ക് സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റി എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ആക്ടിവിസത്തിൻ്റെ ഭാഗമായി ഞാൻ സമരം ചെയ്യാൻ തെരുവിൽ ഇറങ്ങേണ്ടി വരുമായിരുന്നു. അങ്ങനെ എനിക്ക് ചികിത്സ നിഷേധിക്കപ്പെടുമായിരുന്നു. അപ്പോൾ ചികിത്സിക്കാൻ കഴിയുമെന്ന് അനുഭവസ്ഥനായൊരു ഡോക്ടർ പറഞ്ഞിട്ട് പോലും ഇതൊരു രോഗമല്ലെന്ന് പറയുക. അതുപോലെ തന്നെ ഈ ഡി ട്രാൻസ്ഫർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അതായത് അപ്പോൾ ഇതിനെക്കുറിച്ച് UK ബാസ്പ യൂണിവേഴ്സിറ്റിയിലെ ജെയിംസ് കാസ്പിയൻ എന്ന് പറയുന്ന ഒരു റിസർച്ചർ പഠനം നടത്താൻ തീരുമാനിച്ചു. 2015 അദ്ദേഹം ഇതിൻ്റെ ഡാറ്റകളൊക്കെ ശേഖരിച്ച് പഠനം നടത്താൻ തീരുമാനിച്ചു. പക്ഷേ 2017 ആയപ്പോഴേക്കും ഫണ്ടിങ് നിർത്തിവെക്കുകയാണ് ചെയ്തത്. കാരണം ഇത്തരം പഠനങ്ങളെ തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ പിന്നെ ഇതൊരു രോഗമല്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുപോലെ തന്നെ ഈ വിഷയമായിട്ട് പഠിച്ചപ്പോൾ ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം, കെന്നത്ത് സക്കർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു സെക്സോളജിസ്റ്റുമാണ്, അമേരിക്കയിലെ ഒരു സൈക്കോളജിസ്റ്റുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടൊറൻറ്റോ സെൻറ്റർ ഫോർ അഡിക്ഷൻ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു, ജെൻഡർ ഐഡൻറ്റിറ്റി സെൻ്ററായിട്ട്. അതിൽ ആ ക്ലിനിക്കിലെ ജെൻഡർ ഐഡൻറ്റിറ്റി സെൻറ്ററിൻ്റെ ഹെഡ് അദ്ദേഹമായിരുന്നു. അതായത് ഇത്തരം ജെൻഡർ ഡിസ്ഫോറിയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ചികിത്സിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ആ സെൻറ്ററിന് 2015 ഡിസംബറിലാണ് ആ ക്ലിനിക്ക് പൂട്ടിച്ചു അതിൻ്റെ ആക്ടിവിസ്റ്റുകൾ. അതായത് ചികിത്സിക്കുന്നതിനെ എതിർക്കുക, ഇതൊരു മൂന്നാം ലിംഗമായി നിലനിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും വാദിക്കുകയും നിലകൊള്ളുകയും ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ പിന്നിലുള്ള സാമ്പത്തികവും മറ്റുമായിട്ടുള്ള താല്പര്യങ്ങളെക്കുറിച്ച് പഠനം നടത്താൻ നമ്മൾ നിർബന്ധിതരാകും. ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, മെഡിക്കൽ അസോസിയേഷൻ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കാൻ വേണ്ടി ഡോക്ടർമാർ ചർച്ചയ്ക്ക് കൂടിയിരിക്കുന്നു. പക്ഷേ ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ ആളുകൾ പ്രക്ഷോഭം നടത്തുകയും ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും അങ്ങനെ ഈ പ്രക്ഷോഭകരുടെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യരംഗത്ത് ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. കാരണം ഡോക്ടർമാർ കൂടിയാലോചിച്ചെടുക്കുന്ന തീരുമാനമല്ല, പലപ്പോഴും ഇത്തരത്തിൽ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന തീരുമാനങ്ങളാണ് ഈ വൈദ്യശാസ്ത്ര രംഗത്തെ നിയന്ത്രിക്കുന്നത് ഈ വിഷയത്തിൽ എന്നതുകൂടി വളരെ ഭീതിയോടെ നാം നോക്കിക്കാണേണ്ടതാണ്. സത്യത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സയൻസിൻ്റെ ആളുകൾ എന്ന് പറയുന്നവർ പോലും ഈ സയൻസിൻ്റെ അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്നും തടയുന്ന തരത്തിലുള്ള ഈ രാഷ്ട്രീയ മൂവ്മെൻറ്റിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. സത്യത്തിൽ ഇവരുടെ പിന്നിൽ ഫൈനാൻഷ്യലായിട്ടുള്ള താല്പര്യങ്ങളായിരിക്കാം. സെക്സ് ടോയ്സ് അടക്കമുള്ള പോണോഗ്രഫി, അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങളടക്കം ഇത്തരം ആളുകളുടെ സർജറിയുടെ അല്ലെങ്കിൽ മെയിൻ്റനൻസിൻ്റെ ഭാഗമായി നിരന്തരം കമ്പോളങ്ങളിൽ പൊടിപൊടിക്കുന്ന ധാരാളം കച്ചവടങ്ങളുണ്ട്. സെക്സ് ടോയ്സൊക്കെ ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ അതാണ്. കാരണം നാം വാങ്ങുന്ന നമുക്ക് മാത്രമേ അറിയൂ, നമുക്ക് കൊണ്ടുതരുന്ന ഡെലിവറി ബോയ്ക്ക് പോലും അറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന്. അത്തരത്തിലുള്ള വലിയൊരു രാഷ്ട്രീയവും സാമ്പത്തികവുമായ താല്പര്യം ഇങ്ങനെ ഒരു മൂന്നാം ലിംഗമായി ഇവരെ നിർത്തണമെന്ന് പറയുന്നതിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യം നമ്മളാരും വിസ്മരിച്ചു പോകരുത്. അങ്ങനെ ഒരു മൂന്നാം ലിംഗമായി മാറി നിന്നതുകൊണ്ട് ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന ഒരു വാദമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. എന്നാൽ ഇസ്ലാം ഇവിടെ പറയുന്നു, അങ്ങനെ ഒരു മൂന്നാം ലിംഗമായി മാറി നിന്നത് കൊണ്ടല്ല, ഒന്നുകിൽ പുരുഷനിലേക്കോ അല്ലെങ്കിൽ സ്ത്രീയിലേക്കോ ചേരാൻ ആവശ്യമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയാണ് കൃത്യമായ ലിബറേഷൻ, ഇത്തരം ആളുകൾക്ക് പരിഗണനയും ഇവരനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാവുക എന്ന വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ വിഷയത്തിലേക്കും ഒന്ന് വിശദമായി തന്നെ കടക്കാം. ഒന്നാമത്തേത് ഹോമോസെക്ഷുവാലിറ്റിയാണ്. ഇസ്ലാം നിശ്ചിതമായിട്ട് തെറ്റാണ് എന്ന് പറയുന്ന, വ്യഭിചാരത്തേക്കാൾ വലിയ കുറ്റമാണ് എന്ന് പറയുന്ന ഒന്നാണ് ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സ്വവർഗരതി എന്ന് പറയുന്നത്. രണ്ട് തരം ഹോമോസെക്ഷൽസായ ആളുകളാണുള്ളത്. ഒന്ന് ബൈ ബർത്ത്, ജന്മന അങ്ങനെയാണ്. ജന്മന എന്ന് പറയുമ്പോൾ ജനിക്കുന്ന സമയത്തൊന്നും ആർക്കും ഓർമ്മയില്ല, പകരം ഏകദേശം ഒരു ഓർമ്മ വരുന്ന സമയത്ത്, ഇപ്പോൾ സെക്ഷൽ ഫാൻറ്റസിയുടെ ഒക്കെ ഭാഗമായിട്ട് എല്ലാവർക്കുമൊക്കെ തോന്നുന്നൊരു പ്രായമുണ്ടല്ലോ, ഒരു പ്രായപൂർത്തി അടുക്കുന്ന സമയം മുതലാണ് ഇത്തരം ആളുകൾക്ക് ഞാൻ ഹോമോസെക്ഷലാണ്, ബൈ ബർത്ത് ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നത്. അതിനു മുൻപ് അവർക്ക് തിരിച്ചറിയാനുള്ള മാർഗങ്ങളില്ല. രണ്ടാമത്തെ ഒന്ന് ബൈ ചോയ്സ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയി പോകുന്ന ആളുകളുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ടും ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ സാഹചര്യങ്ങൾ കൊണ്ട് ആയി പോകുന്ന ആളുകൾ, അതൊരു യാഥാർത്ഥ്യമാണ്. ചില ആളുകൾ ജയിലിൽ ധാരാളമായിട്ട് ജയിലിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഹോമോ സെക്ഷലായി മാറുന്ന ധാരാളം പ്രവണതകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് ഹോമോസെക്ഷാലിറ്റി അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അവർ പുരുഷനോടും സ്ത്രീയോടും താല്പര്യമുള്ള ഒരു പുരുഷനെ ആൾക്ക് സ്ത്രീയെയും തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ പുരുഷനെയും തന്നെയായിട്ട് തിരഞ്ഞെടുക്കാൻ അയാൾക്ക് പറ്റും.
അപ്പോൾ ഇവിടെ ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് ഒരു ഓപ്ഷനായിട്ട് മാത്രം, ബൈ ചോയ്സ് ആയി തിരഞ്ഞെടുക്കാവുന്ന ഒരു സാധ്യതയായിട്ട് മാത്രം മാറുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ആളുകളുമുണ്ട്. ജന്മന ഇങ്ങനെയാണ് എന്ന അർത്ഥത്തിൽ ഓർമ്മ വെച്ച നാൾ തൊട്ടേ പുരുഷനോട് മാത്രം താല്പര്യമുള്ള ആളുകളുമുണ്ട്. ഇത് ജനിതകപരമാണ് എന്ന വാദം ലോകത്ത് നിലനിന്നിരുന്നു. ജനിതകപരമാണെങ്കിൽ അതിനാരെയും കുറ്റം പറയാൻ പറ്റില്ല, അതൊരു രോഗമായിട്ട് പോലും കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വാദം ലോകത്തുണ്ടായിരുന്നു. ഗേ ജീൻ എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ട് എന്ന് തന്നെ വാദിച്ചിരുന്നു. എക്സ് ക്രോമസോമിൻ്റെ ഒപ്പം Q28 എന്ന് പറയുന്ന ഒരു ജീൻ, അത് ഇതിനെ സൂചിപ്പിക്കുന്ന ജീനാണ് എന്നൊരു വാദം ഉണ്ടായിരുന്നു. പക്ഷേ വിശദമായ പഠനത്തിലൂടെ 2019 ഓഗസ്റ്റ് 29 സയൻറ്റിഫിക് അമേരിക്കൻ പബ്ലിഷ് ചെയ്തൊരു ജേണലാണ് നോ ഗേ ജീൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഗേ ജീൻ എന്ന് പറഞ്ഞൊരു ജീൻ ഇല്ലെന്നും പകരം 5 ലക്ഷത്തിലേറെ പേര് നടത്തിയ പഠനത്തിലൂടെ വന്നത് വളരെ 1% പേരിൽ മാത്രമാണ് ഇത്തരം ജനിതകപരമായ ഒരു സാധ്യതയെക്കുറിച്ചുള്ളത്. അത് 4-5 ജീനുകളുടെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ഒരു പങ്കാളിത്തത്തിലൂടെ മാത്രം വരുന്നൊരു പ്രതിഭാസമാണ് ഇതെന്നും, ഇത് ആൽക്കഹോളിസം പോലെ, മദ്യത്തോടുള്ള താല്പര്യം പോലെ, മോഷണത്തോടുള്ള താല്പര്യം പോലെ മറ്റ് എല്ലാ തിന്മകളോടുമുള്ള താല്പര്യവും ഇതേപോലെ ജനിതകപരമായിട്ടുള്ള 4-5 ജീനുകളുടെ ഒരു കോമ്പിനേഷൻ മൂലം ഉണ്ടാകുന്നതാണ് എന്നും പഠനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഹോമോസെക്ഷാലിറ്റിയെ ജനിതകപരം എന്ന ഒരു കാരണം കൊണ്ട് അനുവദിക്കുകയാണെങ്കിൽ പീഡോഫിലിയെ അനുവദിക്കേണ്ടി വരും, റേപ്പിനെ അനുവദിക്കേണ്ടി വരും, കൊലപാതകത്തെ അനുവദിക്കേണ്ടി വരും. കാരണം സോഷ്യൽ കോസ്റ്റ് കണക്കാക്കാതെ കേവലം ജനിതകമാണ് എന്ന വാദത്തെ മാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിനെയൊക്കെ അനുവദിക്കേണ്ടി വരും. മാത്രമല്ല തിരഞ്ഞെടുക്കുന്ന ബൈ ചോയ്സ് ആയിട്ട് ഹോമോസെക്ഷാലിറ്റി ചൂസ് ചെയ്യുന്ന ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ പോലെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ഹോമോസെക്ഷലായി മാറിയ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ജയിലിൽ പോയിട്ട് ഹോമോസെക്ഷലായിട്ടുള്ള ആളുകളുടെ പഠനങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് അവർക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് മാത്രം അങ്ങോട്ട് മാറിയെങ്കിൽ അത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയാണ് പങ്കുവെക്കാനുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട, ഇതിനെ ചികിത്സിച്ച് മാറ്റാൻ കഴിയുമെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ ഇതിൻ്റെ ചികിത്സ ക്രൂരമാണ് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ക്രൂരമല്ലാത്ത ചികിത്സ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ഗവേഷണങ്ങൾക്ക് തടസ്സം നിൽക്കുകയും ഇത്തരം ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആൽക്കഹോളിസം നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. എങ്ങനെയാണ്? സ്ഥിരം മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ ആ മദ്യത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തി അയാൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള പരിശീലനം നൽകുന്ന രീതിയിൽ ധാരാളം ചികിത്സാ മുറകളുണ്ട്. അപ്പോൾ അതൊരു ക്രൂരതയാണ് എന്ന് ഒരാൾക്ക് തോന്നില്ല. കാരണം നിരന്തരം മദ്യപിച്ചിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മദ്യം കൊടുക്കാതെ അയാളെ മാനസിക സംഘർഷത്തിൽ ആഴ്ത്തുകയാണ് എന്ന് പറയുന്നില്ലേ. ചികിത്സയുടെ ഭാഗമായി ഇഞ്ചക്ഷൻ വയ്ക്കും, സർജറി നടത്തും. പക്ഷേ ആത്യന്തികമായ മനുഷ്യൻ്റെ ഒരു ആരോഗ്യത്തിനും അവൻ്റെ സുഖത്തിനും വേണ്ടിയാണ് എന്ന ഒരു ഭാവിയിലെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ആകുന്ന സമയത്ത് ചികിത്സയുടെ ചെറിയ ചെറിയ വേദനകളെ നമുക്ക് പരിഗണിക്കാതിരിക്കാം. അതുപോലെ തന്നെ ആൽക്കഹോളിസത്തെ ചികിത്സിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ക്രൂരത മാത്രമേ, അല്ലെങ്കിൽ അല്പം ഒരു വേദന മാത്രമേ ഹോമോസെക്ഷാലിറ്റി ചികിത്സിക്കാൻ പറ്റുമെന്ന് അവകാശപ്പെടുന്ന ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്ന ചികിത്സയിലുമുള്ളൂ. പക്ഷെ അവിടെ മാത്രം ഈ ഒരു ആരോഗ്യ പ്രശ്നത്തെ, ഒരു മെഡിക്കൽ ഇഷ്യൂവിനെ ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ആക്കി, മനുഷ്യാവകാശ പ്രശ്നമാക്കി കൊണ്ടുവന്ന് പൊളിറ്റിക്കലായ ഇടപെടലുകളിലൂടെ തീരുമാനമെടുപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്ലാം ഹോമോസെക്ഷാലിറ്റി അനുവദിക്കാതിരുന്നത്? വളരെ സിമ്പിൾ ലോജിക്കാണ്. കാരണം പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു രീതിയാണ് ഒരേ ലിംഗത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം ഇണചേരുക എന്നുള്ളത്. കാരണം എന്തുകൊണ്ട്? നമ്മൾ പ്രകൃതിയെ പരിശോധിച്ച് നോക്കിയാൽ റിപ്രൊഡക്ഷൻ എന്ന വലിയൊരു ലക്ഷ്യം കൂടി വിവാഹത്തിൻ്റെ, അല്ലെങ്കിൽ മനുഷ്യൻ മറ്റു ജീവികൾ ഇണചേരുന്നതിൻ്റെ പിന്നിലുണ്ട് അല്ലേ? അതിൽ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തുന്ന, ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള റിപ്രൊഡക്ഷൻ നടത്തുന്ന ജീവികൾ മുഴുവനും ഇങ്ങനെ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഇങ്ങനെ 2 വിഭാഗങ്ങൾ തമ്മിൽ ഇണചേർന്നിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ റിപ്രൊഡക്ഷൻ എന്ന സാധ്യത ഇതിൽ ആയതുകൊണ്ട് മാത്രമാണ് ഹോമോസെക്ഷാലിറ്റി അൺനാച്ചുറലാണ്, പ്രകൃതി വിരുദ്ധമെന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഭൂരിപക്ഷം ആളുകളും ഹെട്രോസെക്ഷലാണ്, അതായത് പുരുഷനും സ്ത്രീയുമായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടല്ല, ഭൂരിപക്ഷം അങ്ങനെ ആയതുകൊണ്ടല്ല ഹോമോസെക്ഷാലിറ്റി ന്യൂനപക്ഷം ആയതുകൊണ്ടല്ല അത് പ്രകൃതി വിരുദ്ധം എന്ന് പറയുന്നത്. പകരം അത് റിപ്രൊഡക്റ്റീവ് അല്ല എന്നുള്ള ഒരു കാരണങ്ങൾ കൊണ്ട് കൂടിയാണ്. കാരണം റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അത് വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ പരസ്പരം ഇണചേർന്ന് ജീവിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം കൂടിയാണ്. അപ്പോൾ ഇസ്ലാം എന്തുകൊണ്ട് ഇതിന് പ്രൊഹിബിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇസ്ലാം വ്യക്തിയുടെ അവകാശത്തെ അതിനേക്കാൾ
സോഷ്യൽ കോസിനെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരാൾക്ക് മദ്യപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന സോഷ്യൽ കോസ് പരിശോധിക്കുമ്പോൾ മദ്യപിക്കരുത് എന്ന തീരുമാനത്തിലാണ് ഇസ്ലാം എത്തുക. ഏത് കാര്യം പരിശോധിച്ച് നോക്കിയാലും വ്യക്തിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വ്യഭിചരിക്കണം, പക്ഷെ അതിൻ്റെ സോഷ്യൽ കോസ് പരിശോധിക്കുമ്പോൾ അത് നിഷിദ്ധമാണ് എന്ന ഒരു നിലപാടിലേക്കാണ് ഇസ്ലാം എത്തിച്ചേരുക. അതുപോലെ ഹോമോസെക്ഷാലിറ്റിയുടെ സോഷ്യൽ കോസ് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ മുമ്പ് ഇപ്പോൾ നമ്മൾ ക്ലോണിങ്, മൈറ്റോകോൺട്രിയൽ ജീൻ ട്രാൻസ്ഫർ ഇതൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. ക്ലോണിംഗ് ഒക്കെ പൂർണ്ണമായി നിർത്തിവെച്ചു. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഒരു ക്ലോൺ എനിക്കുണ്ടാക്കണം എന്ന ഒരു ആഗ്രഹം എനിക്കുണ്ടെങ്കിൽ ഗവൺമെൻറ് അതിനെ തടയും. കാരണം എൻ്റെ അതേ രൂപഘടനയിലുള്ള മറ്റൊരു സൃഷ്ടി വന്നു കഴിഞ്ഞാൽ ഇതിൽ ആരാണ് യഥാർത്ഥ ഞാനെന്ന് തിരിച്ചറിയപ്പെടാനാവാത്ത സാഹചര്യങ്ങൾ വരും. എന്താ പറയുക, സെക്യൂരിറ്റി ഇഷ്യൂസ് വരും. ടെററിസം പോലുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുത്താൽ ആരാണ് പങ്കെടുത്തത് എന്ന് തിരിച്ചറിയാത്ത സാഹചര്യം വരും. അങ്ങനെ ധാരാളം സാഹചര്യങ്ങൾ ക്ലോണിങ്ങിലൂടെ രാജ്യസുരക്ഷയുടെ, സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായിട്ട് വരും എന്നതുകൊണ്ട് തന്നെയാണ് ക്ലോണിങ്ങിനെ നിരോധിക്കുന്നത്. അപ്പോൾ സോഷ്യൽ കോസ് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ശാസ്ത്രലോകവും എത്തിക്സ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹോമോസെക്ഷാലിറ്റിയുടെ സോഷ്യൽ കോസ് എന്തൊക്കെയാണ്? ഒന്നാമത്തേത് റിപ്രൊഡക്ഷൻ നടക്കില്ല എന്നത് തന്നെ. അപ്പോൾ പലരും പറയും ഞങ്ങളൊരു ന്യൂനപക്ഷമല്ലേ, ഞങ്ങൾ കുറച്ച് ആൾക്കാർ വിവാഹം കഴിക്കാത്തത് കൊണ്ട് എന്താണ് ഇവിടെ പ്രശ്നം? ഇവിടെ ധാരാളം അനാഥ കുഞ്ഞുങ്ങളുണ്ട്, അവർ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത് വളർത്തിക്കൊള്ളാം, അല്ലെങ്കിൽ സ്പേം ഡോണറെ സ്വീകരിച്ചുകൊണ്ടോ മറ്റോ ഞങ്ങൾ അടുത്ത തലമുറ ഉൽപ്പാദിപ്പിച്ചുകൊള്ളാം എന്ന് ലെസ്ബിയൻ കപ്പിൾസും മറ്റും പറയുമ്പോൾ ആര് തീരുമാനിക്കും എപ്പോഴും ഹോമോസെക്ഷൽസ് ന്യൂനപക്ഷമായിരിക്കുമെന്ന്? ലോകത്തെല്ലാവരും തീരുമാനിക്കുക ഞങ്ങളൊക്കെ ഹോമോസെക്ഷൽ, ഞങ്ങൾക്ക് അതാണ് താല്പര്യം, ഞങ്ങൾ അങ്ങനെ ആവുകയാണ് എന്ന്. ഈ ബൈസെക്ഷലായ മുഴുവൻ ആളുകളും മറ്റുള്ളവരുമൊക്കെ ഇപ്പോൾ പോണോഗ്രഫിയും അതുപോലെ ഇത്തരം ആളുകൾക്ക് നിയമപരിരക്ഷയും ഒക്കെ വരുമ്പോൾ അത്തരം ചാബല്യങ്ങൾ മനസ്സിൽ തോന്നുന്നവർ വരെ അതിൻ്റെ പിന്നാലെ പോയേക്കാം. അങ്ങനെ ലോകം മുഴുവൻ അതിലേക്ക് പോയാൽ അടുത്ത തലമുറ ഉണ്ടാവുമോ? ലോകം മുഴുവനും അങ്ങനെ പോകരുത്, ഒരു ന്യൂനപക്ഷം മാത്രമേ ആ രീതിയിൽ ജീവിക്കാവൂ എന്ന് ആരാണ് തീരുമാനിക്കുക? ഇത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആവാൻ താല്പര്യമില്ലാത്ത ആളുകൾ, പ്രസവിക്കുന്നത് താല്പര്യമില്ലാത്ത ആളുകൾ, അപ്പോൾ അവർ ഞങ്ങളൊരു ലെസ്ബിയൻ കപ്പിൾസായി ജീവിച്ചോളാം എന്ന് ബൈസെക്ഷലായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ചിന്താഗതി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ആളുകളൊക്കെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെ ക്രമത്തെ ബാധിക്കുമെന്ന ഒരു വലിയ സോഷ്യൽ കോസ് ഉണ്ട്. ഇനി നമ്മൾ ദത്തുകുട്ടി, ഒരു എന്താ പറയുക, രക്ഷിതാവിൻ്റെ മെയിൽ പാരൻറ്റും ഫീമെയിൽ പാരൻറ്റും അടക്കം 2 രക്ഷിതാക്കളുടെ ലാളന ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് അത് കിട്ടാതെ വരുന്ന സാഹചര്യം ഇപ്പോൾ പല ലെസ്ബിയൻ കപ്പിൾസും ചെയ്യുന്നത് ഒരു സ്പേം ഡോണറെ സ്വീകരിക്കുക അല്ലെങ്കിൽ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുക. ഒരു സ്പേം ഡോണറെ സ്വീകരിച്ച് തൻ്റെ പിതാവ് ആരെന്നറിയാനുള്ള ആ കുട്ടിയുടെ അവകാശത്തെ വരെ നിഷേധിച്ച് ഈ 2 അമ്മമാർ ആ കുട്ടിയെ വളർത്തി വലുതാക്കി. അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന കുട്ടികളുടെ തന്നെ പഠനങ്ങൾ ധാരാളമുണ്ട്. KT ഫോസ്റ്റിനെ പോലെ. അതുപോലെ ദം ബിഫോർ എസ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് അവർ നടത്തുന്നുണ്ട്. അതിൽ കുട്ടികളുടെ ഇത്തരം ബയോളജിക്കൽ പാരൻസിനെ തിരിച്ചറിയാനുള്ള അവകാശത്തിന് വേണ്ടി അവർ ശബ്ദിക്കുന്നുണ്ട്. ധാരാളം പഠനങ്ങൾ ഞങ്ങളുടെ മക്കളൊക്കെ ഹാപ്പിയാണ് എന്ന് ലെസ്ബിയൻ കപ്പിൾസ് പറയുന്നതുണ്ട്. പക്ഷേ അവരങ്ങനെ തന്നെയല്ലേ പറയുകയുള്ളൂ. അത് വിചാരിച്ച് ലെസ്ബിയൻ കപ്പിൾസ് വളർത്തുന്ന മുഴുവൻ മക്കളും സന്തുഷ്ടരാണ് എന്ന് എങ്ങനെയാണ് വാദിക്കാൻ കഴിയുക? ഇത്തരം മക്കൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ KT ഫോസ്റ്റിനെ പോലെയുള്ള മക്കൾ തന്നെയാണ് സന്തുഷ്ടരല്ല ഞങ്ങളെന്നും ഞങ്ങളുടെ ബയോളജിക്കൽ പാരൻസ് ആരാണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്നും പറയുന്നത്. അപ്പോൾ ഇത്തരം ആളുകളുടെ അവകാശത്തെ നിഷേധിക്കുന്നുണ്ടല്ലോ ഈ അഡോപ്ഷനിലൂടെ അല്ലെങ്കിൽ സ്പേം ഡോണറെ സ്വീകരിച്ച് കൃത്രിമ ഗർഭധാരണം പ്രസവിക്കുന്നതിലൂടെ എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം സോഷ്യൽ കോസിനെ ഒക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് കേവലം മനുഷ്യൻ്റെ ആഗ്രഹത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നത് ഈ വിഷയത്തിൽ മാത്രമാണ് എന്നത് വളരെ ചിന്തനീയമാണ്. അതുപോലെ തന്നെ കുടുംബം എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ അത് ഭാവിയിൽ തകർക്കില്ലേ? ഹോമോസെക്ഷൽസ് ആയി കഴിഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത് ഒരുപാട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കെയറിങ്ങും ഒരു എന്താ പറയുക അതിനുള്ള ഒരു പരിശീലനവും നൽകപ്പെടുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഗവൺമെൻറ്റിന് ഒരുപാട് ഹെൽപ്പിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ ബാധ്യതകൾ ഒരുപാട് കുറയ്ക്കുന്ന തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് കുടുംബം. അപ്പോൾ കുടുംബം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ ഇതെല്ലാത്തിൽ നിന്നും എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്നത് വിവാഹത്തിലൂടെയാണല്ലോ. എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്നത് വിവാഹത്തിലൂടെയാണ്. അപ്പോൾ വിവാഹം എന്ന ഒരു വ്യവസ്ഥാപിതമായ സ്ത്രീയും പുരുഷനും ഇണചേരുന്നതിൻ്റെ ലൈസൻസ് ആയിട്ട് ആളുകൾ കാലങ്ങളായി കണക്കാക്കപ്പെടുന്ന ഒരു വ്യവസ്ഥാപിത സംവിധാനത്തെ ഇല്ലാതെയാക്കുമ്പോഴുണ്ടാകുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങളെ കൂടി ബോധവാന്മാരാകേണ്ടതുണ്ട്. ഇസ്ലാമിലെ ഹോമോസെക്ഷൽസിനോട് എന്താണ് പറയാനുള്ളത്? ഒന്ന്, ചികിത്സിച്ച് മാനസികമായിട്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അക്യൂർ ചെയ്ത ആളുകളാണെങ്കിൽ അതിൻ്റെ മനഃശാസ്ത്രപരമായ ചികിത്സകളെ തേടി പരമാവധി അതിൽ നിന്ന് മുക്തനാവാനുള്ള ശ്രമം ഒന്നാമതായിട്ടുണ്ടാകണം. ഇനി ജന്മന അങ്ങനെയാണ് ചികിത്സിച്ച് മാറുന്നില്ല എങ്കിൽ പ്രാർത്ഥനയിലൂടെ അതുപോലെ ഇത്തരം ആഗ്രഹങ്ങളെ കടിച്ച് പിടിച്ച് ക്ഷമിച്ച് കഴിയുന്നതിലൂടെ അവന് ജിഹാദിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. വിവാഹം നടക്കാത്ത ധാരാളം പേരുണ്ട്.
അംഗപരിമിതത്വത്തിൻ്റെ പേരിൽ മറ്റു കാരണങ്ങളുടെ പേരിൽ വൈവാഹിക ജീവിതം നിഷേധിക്കപ്പെട്ട ധാരാളം സ്ത്രീ പുരുഷന്മാർ ലോകത്തുണ്ട്. അവർ ജീവിക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് മറ്റുള്ളവരെക്കാൾ പ്രതിഫലം നൽകും. അവർ ചാരിത്രശുദ്ധിയോടെ ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരലോകമുണ്ടെന്നും അവിടെ നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ലെന്നുമുള്ള ഉറച്ച ബോധ്യമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമായിട്ട് ഇത്തരം ആഗ്രഹങ്ങളെ കാണുകയും, ഇപ്പോൾ സ്ത്രീകളോട് തന്നെ അമിത താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ അത്തരം ആളുകൾ വ്യഭിചാരത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അവരും ക്ഷമിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇനി രണ്ടാമത്തേത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുള്ള ഒരു സംഭവമാണ്. നമ്മൾ പലരും നമ്മൾ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഹിജടകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ ജന്മനാ തന്നെ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തിരിച്ചറിയപ്പെടാനാവാത്ത ആളുകളെ നമ്മൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഹുൻസ എന്ന് വിശേഷിപ്പിച്ച ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടാകും. സത്യത്തിൽ ഇവരെല്ലാം യഥാർത്ഥ ട്രാൻസ്ജെൻഡർ ആണോ അല്ലയോ എന്നുള്ളൊരു പഠനം സത്യത്തിൽ ആവശ്യമാണ്. ഇവിടെ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ സെക്സും ജെൻഡറും ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ്. സെക്സും ജെൻഡറും ഡിഫറൻ്റ് ആണ്. എന്താ പറയുക, ലിംഗവും അതിന് മലയാളത്തിൽ എങ്ങനെ പറയാമെന്നറിയില്ല, രണ്ടും ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ശരീരം കൊണ്ട് പുരുഷനാണ്, ബയോളജിക്കലി അദ്ദേഹം ഒരു പുരുഷനാണ്, പക്ഷെ മാനസികമായിട്ടൊരു സ്ത്രീയാണ്. ഇപ്പോൾ ഞാനൊരു പൂർണ്ണ പുരുഷനാണ്, കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വരികയാണ്, ഞാനൊരു സ്ത്രീ അല്ലേ, എനിക്കൊരു സ്ത്രീ ആയാൽ എന്താണ് കുഴപ്പം, എനിക്കൊരു സ്ത്രീ ആവണമെന്ന ആഗ്രഹം, ഇത് മനസ്സിൽ വന്നതോടുകൂടി പ്രശ്നമായി. ശരീരം കൊണ്ട് പുരുഷൻ, മനസ്സുകൊണ്ട് സ്ത്രീ. ഇത് കേവലം ഒരു ഹോമോസെക്ഷാലിറ്റിയുടെ മാത്രം പ്രശ്നമല്ല. ഞാനൊരു പുരുഷനാണ്, എനിക്ക് പുരുഷനോട് മാത്രമാണ് താല്പര്യം തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ സ്ത്രീ ആവുന്നു, അങ്ങനെയല്ല. അത് ഹോമോസെക്ഷൽസ് ആണ്. അവർ പുരുഷനായി നിലനിൽക്കെ തന്നെ മറ്റൊരു പുരുഷനോട് ലൈംഗികമായ താല്പര്യം ഉണ്ടാവും. എന്നാൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ശാരീരികമായി പുരുഷനാണ്, മനസ്സിൻ്റെ ഉള്ളിൽ ഞാനൊരു സ്ത്രീയാണ് എന്നാണ് അവർക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു പുരുഷനുമായിട്ട് ലൈംഗിക വീഴ്ച നടത്താൻ വേണ്ടിയല്ല ഇവർ സ്ത്രീയായി മാറുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മനസ്സിൻ്റെ ഉള്ളിൽ സ്ത്രീയാണ് എന്ന് അവർക്ക് തോന്നുന്നു. ആ സംഘർഷം, മനസ്സും ശരീരവും ഉടക്കിയവർ എന്ന് നമുക്ക് അവരെ വിളിക്കാം. കുട്ടി ജനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ ഒരു പെണ്ണാവണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ പിറന്നത് ആണായി. അങ്ങനെ പെൺകുട്ടിയെ പോലെ വളർത്തി, അങ്ങനെ മനസ്സിൽ ഞാനൊരു സ്ത്രീയാണ് എന്ന ഒരു ചിന്തയൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ സ്വാധീനിച്ചു. ഇത്തരം ധാരാളം സാഹചര്യങ്ങൾ കൊണ്ട് ആളുകൾ ട്രാൻസ്ജെൻഡർ ആയിട്ട് മാറുന്നുണ്ട് എന്നതാണ് പഠനം. അതുപോലെ ക്രോസ് ഡ്രസ്സ് ചെയ്യുന്നതിലൂടെ, പുരുഷൻ സ്ത്രീയുടെയും സ്ത്രീ പുരുഷൻ്റെയും വസ്ത്രം ചെറുപ്പം തൊട്ടേ ധരിച്ചു വരുന്നതിലൂടെയൊക്കെ ഇപ്പം അങ്ങനെയാണല്ലോ, ഒരു സ്ത്രീ പുരുഷ വേഷമായിട്ട് തിരഞ്ഞെടുത്ത് ധരിക്കുന്നത്, പുരുഷൻ ധരിക്കുന്ന വേഷം എന്ന അർത്ഥത്തിൽ തന്നെ വേഷം ധരിക്കുന്നതിന് പിന്നിൽ എന്താ, പുരുഷൻ എന്നേക്കാൾ ഉയർന്നവനാണ്, അല്ലെങ്കിൽ ഈ വേഷമാണ് നല്ലത് എന്ന ഒരു ചിന്തയിലുള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ എനിക്ക് പുരുഷനെ പോലെ ആകണമെന്ന ഒരു ചിന്ത, അത് ഫെമിനിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. എന്തിനാണ് സ്ത്രീ പുരുഷനെ അനുകരിക്കുന്നത്? പുരുഷൻ സ്ത്രീ അനുകരിക്കുന്നില്ലല്ലോ. ഓരോരുത്തരും അവരുടെ സ്വത്വബോധം അനുസരിച്ച് ജീവിച്ചാൽ പോരെ എന്ന ഒരു മറുചോദ്യമൊക്കെ അവിടെയാണ് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരം ധാരാളം ചിന്തകൾ, നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള ഹോർമോണുകളെ, അതിൻ്റെ പ്രൊഡക്ഷനെയൊക്കെ സ്വാധീനിക്കും എന്നുള്ളത് സൈക്കോളജിസ്റ്റുകൾ പറയുന്നതാണ്. പലപ്പോഴും സൈക്കോളജി ഒരു പ്യുവർ സയൻസ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാകും. ശാരീരികമായിട്ട് പുരുഷനാണ്, സ്ത്രീ ആവണമെന്ന് ആഗ്രഹിക്കുന്നു, ഇങ്ങനെയുള്ള ആളുകളാണ് 90% വരുന്ന ട്രാൻസ്ജെൻഡേഴ്സും. നേരെ മറിച്ച് ശാരീരികമായി സ്ത്രീയാണ്, പുരുഷനാവണമെന്ന് ആഗ്രഹിക്കുന്നു, ഇത് 10% ഉള്ളൂ. അത് ഇത്തരം ജെൻഡർ ഡിസ്ഫോറിയൊക്കെ വന്ന് തുറന്നു പറയാൻ താല്പര്യപ്പെടുന്നത് പുരുഷനാണ് കൂടുതൽ എന്നുള്ളത് കൊണ്ടാകാം അങ്ങനെ വരുന്നത് എന്നാണ് പഠനത്തിൽ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇവരുടെ ജെൻഡർ റിയലൈസ് ചെയ്യുന്നത് ഒരു 4-5-6 വയസ്സ് തൊട്ടാണ് ഏറ്റവും കുറവ്. അതിനു മുമ്പ് അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ അത് സ്വീകരിക്കുന്ന ഒരു ഘട്ടമുണ്ട്, സ്റ്റേജ് ഓഫ് ആക്സെപ്റ്റൻസ് ഉണ്ട്. ആ സമയത്ത് ജെൻഡർ ഫോബിയ, ജെൻഡറുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ഭയം സാധാരണ സമൂഹങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. പിന്നെയാണ് ഇവർ ആ സ്റ്റേജ് ഓഫ് ലിവിങ്, ആ രീതിയിലുള്ള ജീവിതം തിരഞ്ഞെടുക്കുന്ന ഒരു ഘട്ടം. ഇപ്പോൾ ചില ആളുകൾ ഇത്തരം ട്രാൻസ്ജെൻഡേഴ്സിന് ഗവൺമെൻറ് പെൻഷൻ പ്രഖ്യാപിച്ചു, പക്ഷേ ഈ പെൻഷൻ സ്വീകരിക്കാൻ ആരും വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് പഠിച്ചു നോക്കിയപ്പോൾ ഒരു 45-50 വയസ്സൊക്കെ കഴിയുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ശാരീരികമായിട്ട് പുരുഷനാണ്, മനസ്സിൽ സ്ത്രീയാണ്, മനസ്സിലെ ഈ സ്ത്രീത്വം അവരിൽ നിന്ന് നഷ്ടപ്പെടുകയും ചില ആളുകൾ നോൺ ജെൻഡറായിട്ട് തന്നെ മാറുന്നുണ്ട്, അതായത് ഒരു ലിംഗവും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കൂടി ഉണ്ട് എന്നത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പൊതുവെ പറയുന്നത് ഈ ട്രാൻസ്ജെൻഡറും അതുപോലെ തന്നെ നോൺ ജെൻഡർ ആയിട്ടുള്ള ആളുകൾ, നോൺ ജെൻഡർ എന്ന് പറഞ്ഞാൽ
ആള് പുരുഷൻ്റെയോ സ്ത്രീയുടെയോ യാതൊരു താല്പര്യമില്ലാതെ ജീവിക്കുന്ന ആൾ, അസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ, ഒരു ലിംഗവും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ ബൈജെൻഡറായി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ബൈജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരേ സമയം പുരുഷനും സ്ത്രീയും ആയിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കലഹങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ. ഇതെല്ലാം ട്രാൻസ്ജെൻഡറിൻ്റെ പരിധിയിലാണ് വരിക. അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നുള്ളത് അത്രയാണ്, മനസ്സും ശരീരവും മുടക്കുന്ന ആളുകളാണ്. ഇതിനെയും ചികിത്സിച്ച് മാറ്റാൻ കഴിയും എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. നമ്മൾ അവിടേക്ക് വരുന്നുണ്ട്, അതിൻ്റെ ചികിത്സകളുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇനി മറ്റൊരു വിഭാഗമാണ് ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർസെക്സ് എന്ന് പറയുന്നതാണ് സത്യത്തിൽ പരിഗണന അർഹിക്കുന്ന ഏക വിഭാഗം എന്നാണ് ഇസ്ലാമിൻ്റെ മാനം. എന്തുകൊണ്ട്? ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അവിടേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വരാം. ഇൻ്റർസെക്സ് എന്ന് പറയുന്നത് ജന്മനാ തന്നെ അവരുടെ ലിംഗം നിർണ്ണയിക്കാൻ കഴിയാത്ത വിധം പുരുഷനോ സ്ത്രീയോ എന്ന് തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത വിധം പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളാണ്. അവരുടെ എണ്ണം എന്ന് പറയുന്നത് ഇന്ന് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ 1000 പേരുണ്ടെങ്കിൽ അതിൽ 1-2 പേര് മാത്രമായിരിക്കും. വളരെ കുറഞ്ഞ ആളുകളാണ് ഇത്തരം ആളുകളുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, സ്കാനിങ്ങിൻ്റെ സമയത്ത് തന്നെ അറിയാം ഇത്തരം കുട്ടികളെ. അപ്പോൾ ഒരു പക്ഷേ ഡോക്ടർമാർ അവരുടെ ഭാവി മുൻകണ്ട് അത്തരത്തിലൊരു അബോർഷനെ ഇല്ലീഗലായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇത്തരം ആളുകൾ ജനിക്കുമ്പോൾ തന്നെ ഈ പാരൻസും ഡോക്ടേഴ്സ് പാരൻസിനോട് പറയും ഇങ്ങനത്തെ പ്രശ്നം കുട്ടിക്കുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഒന്നുകിൽ നമുക്ക് ഈ കുട്ടിയെ പുരുഷലിംഗത്തിലേക്കോ സ്ത്രീലിംഗത്തിലേക്കോ മാറ്റാൻ പറ്റും, എന്നിട്ട് അതനുസരിച്ച് ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെറുപ്പത്തിലേ കൊടുത്ത് ആ ലിംഗത്തിൽ തന്നെ വളർത്താൻ പറ്റും. ഇപ്പോൾ 2 ലിംഗത്തോടു കൂടി ജനിച്ചു വീണ ഒരു കുട്ടി, അവനെ പുരുഷനിലേക്ക് മാറ്റലാണ് കൂടുതൽ എളുപ്പമെന്ന് ഡോക്ടർമാർ പറയുന്നു. അങ്ങനെ സ്ത്രൈണ്യമായിട്ടുള്ള യൂട്രസും ഇതെല്ലാം എടുത്തു കളഞ്ഞ് അങ്ങനെ വളർന്നു വരുന്ന ഘട്ടത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, ടെസ്റ്റോസ്റ്റിറോൺ, പുരുഷ ഹോർമോൺ ട്രീറ്റ് ചെയ്ത് അങ്ങനെ ഒരു പുരുഷനെ പോലെ ജീവിപ്പിക്കും. ഇത്തരം ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകും. അവർ വിവാഹം കഴിക്കും, അവർക്കൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, അവർ നമ്മളെപ്പോലെ ജീവിക്കും. പക്ഷേ പ്രഗ്നൻ്റ് ആവാൻ കഴിയില്ല. എന്തുകൊണ്ട്? യൂട്രസ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി പുരുഷനാണെങ്കിലോ അദ്ദേഹത്തിന് ചിലപ്പോൾ പിതാവാകാൻ കഴിയില്ല, കാരണം സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടാവില്ല. അത്തരത്തിൽ ഉള്ള ഒരു ലൈംഗിക പ്രത്യുൽപാദനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടെങ്കിലും അവരുടെ ലൈംഗിക ജീവിതവും അവരുടെ വൈവാഹിക ജീവിതത്തിനും കാര്യമായ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഇവർ അബ്നോർമലാണെന്ന് തിരിച്ചറിയപ്പെടുക പോലും ചെയ്യാതെ അത്തരം ഇൻ്റർസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ ജീവിച്ചു പോകുന്നുണ്ട് എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇവരൊന്നും ട്രാൻസ്ജെൻഡർ ആയി നടക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയോ ചെയ്യുന്നില്ല എന്നതാണ് വളരെ പ്രധാനമായിട്ട് നോക്കേണ്ട മറ്റൊരു കാര്യം. പിന്നെ നേരത്തെ ട്രാൻസ്ജെൻഡറിൽ നമ്മൾ ഒരു കാര്യം കൂടി പറയേണ്ടത്, ഇപ്പോൾ നമ്മൾ കാണുന്ന ട്രാൻസ്ജെൻഡേഴ്സ് മുഴുവനും എന്താ പറയുക, ഒരു പുരുഷൻ സ്ത്രീയുടെ ഏകദേശം രൂപത്തിലാണ് നമ്മൾ അത്തരം ആളുകൾ കാണുന്നത്. സത്യത്തിൽ അത് മുഴുവനും ജന്മന ഉള്ളതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജന്മന പൂർണ്ണമായി പുരുഷനായി ജനിക്കുകയും മനസ്സുകൊണ്ട് സ്ത്രീ ആവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് സ്ത്രൈണ്യമായിട്ടുള്ള ശരീരങ്ങൾ വരുന്നത്? അത് ഇവർ തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തിലേക്ക് ശരീരത്തെ പരിവർത്തിപ്പിക്കുകയാണ്. ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ നടത്തിയിട്ട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, ഈസ്ട്രജൻ സ്ത്രൈണ്യ ഹോർമോൺ നിരന്തരം ഇൻടേക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ഇവരുടെ രോമ വളർച്ച ഇല്ലാതാകുന്നു. അതിനുവേണ്ടി ഇവർ ഷേവ് ചെയ്യുകയും അതിനുവേണ്ടി കൃത്രിമമായ കോസ്മെറ്റിക്സ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ധാരാളം കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെ കച്ചവട താല്പര്യം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന്. നിരന്തരം അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ കുറേ ഹോർമോൺ, ഈസ്ട്രജൻ ഹോർമോൺ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അവരുടെ ശബ്ദം സ്ത്രൈണ്യമായി മാറുന്നു. അങ്ങനെ ശാരീരികമായ മാറ്റങ്ങൾ ഈ ഹോർമോണിൻ്റെ വ്യത്യാസപ്പെടുത്തുന്നതിലൂടെ ഉണ്ടാകുന്നുവെങ്കിലും അടിസ്ഥാനപരമായി അവരുടെ പൗരുഷത്തിന് മാറ്റം വരുന്നില്ല. അവരുടെ പൗരുഷപരമായ വികാരങ്ങൾക്ക്, അതായത് ദേഷ്യം അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾക്കൊന്നും മാറ്റം വരുന്നില്ല. പകരം മനസ്സുകൊണ്ട് സ്ത്രീയാണ്, കാഴ്ചയിൽ ഏകദേശം സ്ത്രൈണ്യത അവരിൽ തോന്നുകയും ചെയ്യും എന്നല്ലാതെ പൂർണ്ണമായി അവർ സ്ത്രീലിംഗത്തിലേക്ക് ഇത്തരം ഹോർമോൺ ട്രീറ്റ്മെൻറ്റിലൂടെയൊന്നും മാറുന്നില്ല. മാത്രമല്ല ഇത്തരം ആളുകൾക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താതിരിക്കുന്നിടത്തോളം കാലം അവർക്ക് സ്പേം പ്രൊഡക്ഷൻ വരെ നടക്കും. കാരണം അവർക്ക് താല്പര്യം ഉണ്ടാവില്ല സ്ത്രീയോട്, പക്ഷേ സ്പേം പ്രൊഡക്ഷൻ അവർക്ക് നടക്കും, അവർക്ക് കുട്ടികളുണ്ടാകും. അത്തരത്തിലുള്ള കേസ് ഒരു ഡോക്ടർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് മക്കളുണ്ട്, 6 വയസ്സുള്ളൊരു മോനുണ്ട്, പക്ഷെ അദ്ദേഹം ഒരു പൂർണ്ണാർത്ഥത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ ആണ്. സ്ത്രീയോട് താല്പര്യമില്ല, പക്ഷെ ആളുകളോ അറിഞ്ഞാലോ എന്ന ഭയം കാരണം ഭാര്യ പോലും അറിയാതെ അവരുമായി ബന്ധപ്പെടേണ്ടി വരികയും വലിയ മാനസിക സമ്മർദ്ദത്തിലും അത് സംഭവിക്കുകയും അങ്ങനെ അയാൾക്കൊരു കുട്ടി ഉണ്ടാവുക വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അയാളുടെ മനസ്സ് സ്ത്രീ ആവണമെന്ന് കൊതിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത്തരം സംഭവങ്ങൾ വരെ, അതായത് ഇവർക്ക് മക്കളുണ്ടാവില്ല, അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീ അവൾ പുരുഷനാണ് മനസ്സിൽ എന്ന് കരുതി അവൾക്ക് കുഞ്ഞുണ്ടാകാതിരിക്കുകയോ പ്രസവിക്കാതിരിക്കുകയോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത്തരം സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാം എന്നുള്ളതാണ്. എന്നാൽ ഇൻ്റർസെക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്.
പിന്നെ ഇതൊക്കെ സത്യത്തിൽ സംഭവിക്കുന്നത് 1960-കളിൽ സെക്ഷൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു മൂവ്മെൻറ്റിലൂടെയാണ്. ഫെമിനിസം അതിനൊക്കെ ചുവട് ചേർത്ത് വെച്ച് വിവാഹമൊന്നും വേണ്ട, ലെസ്ബിയൻ ഗേ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന നിലപാട് അന്ന് തന്നെ എടുത്തിരുന്നു. അവരുടെ ഡിക്ലറേഷനിലൊക്കെ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് പീഡോഫിലി വരെ, കുട്ടികളോടുള്ള താല്പര്യം വരെ ഇവർ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീടാണ് അതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് LGBTQ എന്നൊരു ലേബൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ LGBTQ ലേബലിൽ ഇന്റർസെക്സ് എന്ന എന്ന വിഭാഗം മാത്രമാണ് ഇസ്ലാമിക ദൃഷ്ട്യ പരിഗണന അർഹിക്കുന്നത്. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെ വരെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കെട്ടുന്ന ഒരു പ്രവർത്തനമാണ് സത്യത്തിൽ നടക്കുന്നത്. അതുപോലെ ജന്മന അല്ലെങ്കിൽ ജനറ്റിക്കലായിട്ട് ബൈബർത്തായിട്ട് ഹോമോസെക്ഷലാണ് എന്ന് പറയുന്ന ഒരു വാദം ഉന്നയിച്ചുകൊണ്ട്, അത് വളരെ ന്യൂനപക്ഷമാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ബൈ ചോയ്സായി തിരഞ്ഞെടുക്കുന്ന മുഴുവൻ ഹോമോസെക്ഷലുകളെയും ആ ഒരർത്ഥത്തിലുള്ള പരിഗണന കൊടുക്കാൻ വേണ്ടിയും ഇവർ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഇനി ഇത്തരം ഹിംസകളെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ വിധി എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞൊരു കാര്യം, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ, പുരുഷനോടും സ്ത്രീയോടും താല്പര്യം തോന്നുന്ന ആളുകൾ ഇസ്ലാം ഒരിക്കലും അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് കൊടിയ പാപമാണെന്നും അതിൽ നിന്ന് മുക്തി നേടാൻ ആവശ്യമായ ചികിത്സയും പ്രാർത്ഥനയും ക്ഷമയുമായി ജീവിതം നയിക്കണമെന്നും തന്നെയാണ് ഇസ്ലാം അത്തരക്കാരോട് പറയുന്നത്. രണ്ടാമത്തേത് ട്രാൻസ്ജെൻഡർ ബൈസെക്ഷൽ എന്ന വിഭാഗം തീർച്ചയായിട്ടും ഹോമോസെക്ഷാലിറ്റിയുടെ ഗണത്തിലാണ് ഇസ്ലാം അവരെപ്പെടുത്തുന്നത്. ഒരു പുരുഷന് സ്ത്രീയോടൊപ്പം ജീവിക്കാനുള്ള കഴിവുണ്ടായിട്ട് പോലും പുരുഷനെ തിരഞ്ഞെടുക്കുന്നത് ജന്മന ഹോമോസെക്ഷലായ ആളെക്കാൾ കൂടുതൽ ശിക്ഷ കിട്ടുന്ന കുറ്റമായിട്ട് തന്നെയാണ് ഇസ്ലാം കരുതുന്നത്. ഇനി ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് ഇസ്ലാം വിലയിരുത്തുന്നു. കാരണം ശാരീരികപരമായിട്ട് പുരുഷനാണ്, ചികിത്സയിലൂടെ മനസ്സിൻ്റെ ഉള്ളിൽ, ഈ മനസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഫാൻറ്റസിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു 10-15 വയസ്സാകുമ്പോൾ ഒരു ആൺകുട്ടിയോട് തന്നെ താല്പര്യം തോന്നി എന്ന് കരുതി അയാൾ ഹോമോസെക്ഷൽ ആവുന്നില്ല, അയാൾ ബൈസെക്ഷലും ആവുന്നില്ല, അതൊരു സെക്ഷൽ ഫാൻറ്റസിയുടെ ഭാഗമാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷെ നേരെ മറിച്ച് ഇത് ഹോമോസെക്ഷാലിറ്റിയാണ്, നീ ഒരു ഹോമോസെക്ഷലാണ്, നിനക്ക് അതുകൊണ്ട് കൺഗ്രാജുലേഷൻ, നീ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു എന്ന അർത്ഥത്തിൽ ഇത്തരം ആളുകൾക്ക് നിയമപ്രാബല്യം കൊടുക്കുമ്പോൾ, ഇത്തരം ആളുകൾക്ക് വലിയ സപ്പോർട്ടുകൾ പുറത്തുനിന്ന് കിട്ടുമ്പോൾ സ്വാഭാവികമായും സെക്ഷൽ ഫാൻറ്റസിയുടെ ഭാഗമായി ഹോമോസെക്ഷൽ എന്ന ഒരു വികാരം ഇടയ്ക്ക് തോന്നിയ ഒരാൾ പോലും ഹോമോസെക്ഷലായി മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അത്തരം ആളുകൾക്ക് എക്സ്പോഷർ വളരെ കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഹോമോസെക്ഷാലിറ്റിയെയും ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് അങ്ങനെ മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് ഇസ്ലാം കരുതുന്നു. ഒരു മാനസിക പ്രശ്നമാണ് ട്രാൻസ്ജെൻഡർ എന്ന് കരുതുന്നു. അതുപോലെ തന്നെ മാനസിക വൈകല്യമാണ്, ഒരു രതിവൈകൃതമാണ് ഹോമോസെക്ഷാലിറ്റി എന്ന് കരുതുന്നു. എന്നാൽ ശാരീരിക പ്രശ്നമാണ് ഇൻ്റർസെക്സ് എന്ന് ഇസ്ലാം കരുതുന്നു. അപ്പോൾ ഇൻ്റർസെക്സ് എന്ന് പറയുന്ന ഒരു ശാരീരിക പ്രശ്നമാണ്, ഹോമോസെക്ഷാലിറ്റി ഒരു രതിവൈകൃതമാണ്, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു മാനസിക പ്രശ്നമാണ്. ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ഹോമോസെക്ഷൽ ആണെങ്കിലും ചികിത്സ സ്വീകരിക്കുകയാണ് ഇസ്ലാം അവരോട് മുന്നോട്ട് വയ്ക്കുന്ന ആദ്യ ഉപായം. 2 ക്ഷമ കൈക്കൊള്ളുകയാണ് രണ്ടാമത്തെ ഇസ്ലാം അവരോട് വയ്ക്കുന്ന ഉപായം. അപ്പോൾ നമുക്കിനി ഹിൻസകൾ എന്ന് വിശുദ്ധ ഇസ്ലാമിൻ്റെ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര വിശാരദന്മാർ ചർച്ച ചെയ്ത ഇൻ്റർസെക്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് പരിചയപ്പെടാം. ഹിൻസകൾ 2 രീതിയിലാണുള്ളത്. ഒന്ന് ഹിൻസ മുഷ്കിലും ഒന്ന് ഗൈറു മുഷ്കിലും. ഒന്ന് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഒരു കാരണവശാലും തിരിച്ചറിയപ്പെടാൻ കഴിയാത്തത്. മറ്റൊന്ന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങളിലൂടെ ഒന്നുകിൽ അവർ സ്ത്രീയോ പുരുഷനോ ആണ് എന്ന് ചേർക്കാൻ പറ്റുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ ലിംഗനിർണ്ണയം എങ്ങനെയാണ് നടത്തുക? 2 ലിംഗമുണ്ട്, അതുപോലെ തന്നെ 2 പേരുടെ താല്പര്യമുണ്ട്, അങ്ങനെ ഉള്ള കുറേ ആളുകളുണ്ടാവുമല്ലോ. ഇത്തരം ആളുകളെയാണ് ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഗർഭധാരണത്തിനുള്ള കഴിവുണ്ടോ എന്ന് നോക്കും. പ്രസവിക്കുന്നുണ്ടെങ്കിൽ, ആർത്തവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ സ്ത്രീയായിട്ട് തന്നെ കാണും. കാരണം ഇസ്ലാം അവരെങ്ങനെയെങ്കിലും ഈ ജെൻഡറിൻ്റെ, ഈ മുഖ്യധാരയിലുള്ള ഈ ലിംഗത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവരുടെ ആർത്തവം, അവരുടെ പ്രസവം, ഗർഭം, അതുപോലെ ഇതൊന്നുമില്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് വരെ നോക്കാറുണ്ട്. 2നോടും മാനസികമായിട്ട് താല്പര്യമൊന്നുമില്ല അത്തരം ആളുകളുടെ മൂത്രത്തിൻ്റെ അളവ് നോക്കിയിട്ട് അവർ ഏതെങ്കിലും ഒരു ജെൻഡറിലേക്ക് ചേർക്കുന്നുണ്ട്. അവരുടെ ലിംഗം, അതുപോലെ തന്നെ അവർക്ക് ആരോടാണ് താല്പര്യമുള്ളത്, ഇതെല്ലാം നോക്കിയിട്ട് അവരെ ഏതെങ്കിലും ഒരു ജെൻഡറിലേക്ക് ചേർക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അവർക്ക് ധാരാളം അവകാശങ്ങൾ, അവർക്ക് വൈവാഹിക ജീവിതത്തിന് അവകാശമുണ്ട്. അങ്ങനെ പുരുഷനിലേക്കോ സ്ത്രീയിലേക്കോ ചേർത്ത ഹിൻസകൾ, ഇൻ്റർസെക്സ് ആയിട്ടുള്ള ആളുകളെ ഇസ്ലാം ഇൻ്റർസെക്സ് എന്ന് കാണുന്നു പോലുമില്ല, പുരുഷനോ സ്ത്രീയോ ആയി തന്നെ കാണുന്നു. അങ്ങനെ ഏതെങ്കിലുമൊക്കെ നേരത്തെ പറഞ്ഞ ലിംഗനിർണ്ണയ മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് പുരുഷനാക്കപ്പെട്ട ഒരാൾക്ക് ഏതൊരു സ്ത്രീയെയും വിവാഹം ചെയ്യാം. ലിംഗനിർണ്ണയത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്തത് ഉപയോഗിച്ച് സ്ത്രീയാക്കപ്പെട്ട ഏതൊരു ഹിൻസയ്ക്കും ഏത് പുരുഷനെയും വിവാഹം ചെയ്യാം.
അവരുടെ വൈവാഹിക ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇസ്ലാം നിഷേധം പറയുന്നില്ല. അതുപോലെ തന്നെ അവർ മറക്കേണ്ട ഔറത്തിനെ കുറിച്ച്, അവരുടെ വുദു, അവരുടെ നിസ്കാരം, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പുരുഷനാണോ, ഇപ്പോൾ പുരുഷനിലേക്ക് ചേർക്കപ്പെട്ട ഒരു ഹിംസയാണെങ്കിൽ പൂർണ്ണമായിട്ട് പുരുഷനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ബാധകമായിരിക്കും. സ്ത്രീയെ തൊടാൻ പാടില്ല, സ്ത്രീ തൊട്ട വുദു മുറിയും. എന്നാൽ പുരുഷനോ സ്ത്രീയോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾ ചിലപ്പോൾ ഒന്നുകിൽ ഒരു പുരുഷൻ തന്നെ ആയിരിക്കും, പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെന്ന് മാത്രം. ഇന്ന് ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉപയോഗിച്ച് അവർ ഏത് ജെൻഡറിനോടാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ആ ജെൻഡറിൽ അവരെ പരിഗണിക്കുകയും മറ്റു ജെൻഡറിൻ്റെ ലിംഗാവയവങ്ങൾ മുറിച്ചു മാറ്റുന്നത് അടക്കമുള്ള ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് അടക്കമുള്ള സാധ്യതകൾ അവർക്ക് മുൻപിലുണ്ട്. നമുക്ക് അവിടേക്ക് വരാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അത്തരം ഇനി പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളുണ്ടാവും. അവരെ പുരുഷൻ തൊട്ടാലും ഉളു മുറിയില്ല, സ്ത്രീ തൊട്ടാലും ഉളു മുറിയില്ല. എന്നാൽ ഒരേ സമയം പുരുഷനും സ്ത്രീയും തൊട്ടാൽ അവരുടെ ഉളു മുറിയും. അതുപോലെ തന്നെ അവർ എന്താ പറയുക, നിസ്കാരത്തിൽ പുരുഷൻ്റെ ഔറത്ത് ചേലാക്രമം അവർ ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ ശരീരം മുഴുവൻ മറക്കേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ. പിന്നെ ഇത്തരം ആളുകൾ പുരുഷൻ്റെ ഒപ്പമോ സ്ത്രീയുടെ ഒപ്പമോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, കാരണം മറ്റുള്ളവർ ഇവരെ ദുരുപയോഗം ചെയ്തേക്കാം. അതുപോലെ തന്നെ ജമാഅത്ത് നിസ്കാരങ്ങളിൽ ഇവർക്ക് ചെറിയ ഒരു എന്താ പറയുക നിരുത്സാഹപ്പെടുത്തലുണ്ട്. കാരണം ഇത്തരം ആളുകൾക്ക് ഇവർ മറ്റുള്ളവരുമായിട്ട് അത്തരത്തിൽ എന്താ പറയുക അനാവശ്യ ബന്ധങ്ങൾ ഉണ്ടാവില്ലെങ്കിലും മറ്റുള്ളവർ ഇവർ ദുരുപയോഗം ചെയ്തേക്കും. കാരണം ഇവരുടെ ശരീരം ചിലപ്പോൾ സ്ത്രീന് സമാനമാണെങ്കിൽ പുരുഷന്മാരും, പുരുഷ സമാനമാണെങ്കിൽ സ്ത്രീകളും ദുരുപയോഗം ചെയ്തേക്കാം എന്നതുകൊണ്ട് തന്നെ അന്യ സ്ത്രീ പുരുഷന്മാരോടൊപ്പം ഒറ്റയ്ക്കാവുന്നതിലൊക്കെ ഇവർക്ക് നിരുത്സാഹനമുണ്ട്. ഇവർക്ക് സ്വത്താവകാശം നൽകുന്നുണ്ട് ഇസ്ലാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇവർക്ക് സ്വത്താവകാശം നൽകുന്നുണ്ട്. സ്വത്താവകാശം നൽകുക സത്യത്തിൽ ഈ ഇൻ്റർസെക്സ് ആയിട്ടുള്ള ആളുകളാണ് എന്താ പറയുക അവഗണന നേരിട്ടുകൊണ്ട്. കാരണം അവർക്ക് രണ്ട് ശരീരത്തിൻ്റെയും അവയവങ്ങളുണ്ടാകും, ലിംഗവും ഉണ്ടാകും, സ്തനവും ഉണ്ടാകും, എല്ലാം. അതുപോലെ തന്നെ താടിയും ഉണ്ടാകും, എന്നാൽ മുടി നീണ്ട്, അങ്ങനെ ധാരാളം രണ്ട് പുരുഷൻ്റെയും സ്ത്രീയുടെയും ധാരാളം സ്വഭാവങ്ങൾ ഇവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ അവഗണനകൾ നേരിട്ട് കുടുംബക്കാർ തന്നെ മാനക്കേട് കാരണം ഇവരെ തമിഴ്നാട്ടിലേക്കോ നോർത്ത് ഇന്ത്യയിലേക്കോ ഒക്കെ അയക്കും. അവിടെ ഭിക്ഷാടന മാഫിയയും അതുപോലെ തന്നെ ലൈംഗിക തൊഴിലും മാത്രം ചെയ്ത് ഇവർ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. മരിച്ചു കഴിഞ്ഞാൽ ഇവർ ജഡം കത്തിച്ച് കളയും. അങ്ങനെ ജീവിതത്തിൽ ഒരു എന്താ പറയുക നമുക്ക് കിട്ടുന്ന യാതൊരു പരിഗണനയും കിട്ടാതെ വിദ്യാഭ്യാസത്തിന് അവസരം നിഷേധിക്കപ്പെട്ട് മാതാപിതാക്കളുടെ സ്നേഹം ലഭ്യമാകാതെ ഇവരൊരു വിഭാഗമായി നരകിച്ച് കഴിയുന്നൊരവസ്ഥ സത്യത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെന്ന പോലെ ഇന്ത്യയിലും നിലവിലുണ്ട് എന്നതാണ്. കേരളത്തിൽ ഇത്തരക്കാരെ നാം കാണാത്തത് കേരളത്തിൽ ജീവിക്കാൻ അവർക്ക് സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവരൊക്കെ ബാംഗ്ലൂരിലേക്കും തമിഴ്നാട്ടിലേക്കും ഡൽഹി അടക്കമുള്ള നോർത്ത് ഇന്ത്യയിലേക്കും ഒക്കെ കുടിയേറി പാർക്കുന്നത്. അപ്പോൾ ഇവർക്ക് സ്വത്താവകാശം നൽകണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏറ്റവും മിനിമം മാതാപിതാക്കൾ മരണപ്പെടുന്നത് വരെ കൂടെ നിർത്തണമെന്നല്ല. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്വത്താവകാശം നൽകും? സ്വത്താവകാശം എങ്ങനെ നൽകണം? പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത് വളരെ ന്യൂനപക്ഷമാണ്. ലോകത്ത് ചിലപ്പോൾ ഒരു 100-ൽ താഴെ ആളുകൾ ഉണ്ടാകുള്ളൂ. അത്രയും ന്യൂനപക്ഷമാണ്. ഒരു കാരണവശാലും പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഹൻസകൾ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരെയൊക്കെ ഏതെങ്കിലും ഒരർത്ഥത്തിൽ പുരുഷനിലേക്ക് ഗണിക്കപ്പെടും. അങ്ങനെ പുരുഷനിലേക്ക് ഗണിക്കപ്പെട്ട ആൾക്ക് പുരുഷൻ്റെ സ്വത്തിന് അവകാശമുണ്ട്, സ്ത്രീയിലേക്ക് ഗണിക്കപ്പെട്ട ആൾക്ക് സ്ത്രീയുടെ സ്വത്തിന് അവകാശമുണ്ട്. ഇനി രണ്ടും ആണോ എന്ന് തിരിച്ചറിയപ്പെടുന്നില്ലെങ്കിൽ പുരുഷൻ്റെ കണക്കിന് സ്വത്ത് മാറ്റിവെക്കും. എന്നിട്ട് സ്ത്രീയുടേത് ആൾക്ക് ആദ്യം വീതിച്ചു കൊടുക്കും. എന്നെങ്കിലും ഇയാൾ പുരുഷനാണെന്ന് തെളിഞ്ഞാൽ ബാക്കി പകുതി കൂടി ഇയാൾക്ക് കിട്ടും. എന്നെങ്കിലും ഇയാൾ സ്ത്രീയാണെന്ന് തെളിഞ്ഞാൽ ആ മാറ്റിവെച്ചത് മറ്റവകാശികൾക്ക് വിധിച്ചു കൊടുക്കും. ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം അവിടെ കൃത്യമായ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ അകറ്റി നിർത്തരുത്, അവരെ പരിഗണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ ഹീത്ത് എന്ന പേരുള്ള ഒരു ഇതേപോലെ ഒരു ഇൻ്റർസെക്സ് ഉണ്ടായിരുന്നു, ഒരു ഹൻസ ഉണ്ടായിരുന്നു. പ്രവാചക പത്നിയായ ഉമ്മു സലമ ബീവിയുടെ വീട്ടിൽ പരിചാരകനായി അദ്ദേഹത്തെ നിർത്തിയിരുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നീട് അദ്ദേഹത്തിന് സ്ത്രീകളോട് താല്പര്യമുണ്ട് എന്ന് പ്രവാചകൻ ഒരു സാഹചര്യത്തിൽ മനസ്സിലായി. അതോടെ അയാളെ പുരുഷനായി ഗണിക്കുകയും അയാളെ ആ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. അപ്പോൾ കൃത്യമായിട്ട് ഇതിന് പ്രവാചകൻ്റെ ജീവിതത്തിൽ തന്നെ മാതൃകയുണ്ട്. ഖുർആൻ അവരെ മൂന്നാം ലിംഗമായി പരിചയപ്പെടുത്താത്തത് അങ്ങനെ ഒരു മൂന്നാം ലിംഗമായി മാറ്റി നിർത്തുന്നതിൻ്റെ നിലപാടിനോടുള്ള ഇസ്ലാമിൻ്റെ വിയോജിപ്പ് കാരണമാണ്. ഇനി അവസാനമായി പറയാനുള്ളത്, ഇത്തരം ആളുകൾക്ക് ചികിത്സ സ്വീകരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ചികിത്സ സ്വീകരിക്കാൻ കഴിയുമെന്നത് തന്നെയാണ് ഇസ്ലാമിക പക്ഷം. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് മനഃശാസ്ത്രപരമായ ചികിത്സ തന്നെയാണ്. ഇപ്പോൾ ഹോമോസെക്ഷാലിറ്റിയും ട്രാൻസ്ജെൻഡറും മനഃശാസ്ത്രപരമായ ചികിത്സ കൊണ്ട് ശമനം ലഭ്യമാകാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു മനസ്സിൻ്റെ വ്യാപാരമാണ് എന്നതുകൊണ്ട് തന്നെ. മറ്റൊരു ചികിത്സ ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ശരീരം കൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ പുരുഷനാണ്, എന്നാൽ സ്ത്രീയുടെ ഹോർമോൺ കൂടുതലാണ്, അതുകൊണ്ട് സ്ത്രീൻ്റെ വികാരമാണുള്ളത്. ഇത്തരം ഒരാളെ അയാൾക്ക് സ്ത്രീയുടെ ഹോർമോണിന് പകരം പുരുഷ ഹോർമോണുകളെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് ആളുടെ ഈ അസുഖത്തെ മാറ്റാനുള്ള ഓപ്ഷൻ സ്വീകരിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ പക്ഷം. നേരെ മറിച്ച്
ലിംഗം ശരീരം മുഴുവനും പുരുഷനാണ്, ഹോർമോൺ സ്ത്രീയുടെ കൂടുതലാണ്. അപ്പോൾ ഹോർമോൺ അനുസരിച്ചാണല്ലോ ചിന്ത ഉണ്ടാവുക. അപ്പോൾ സ്ത്രീയുടെ ചിന്തയാണ്. അപ്പോൾ ഈ ചിന്തയോട് ശരീരത്തെ അങ്ങോട്ട് ചേർക്കാൻ വേണ്ടി ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി. അങ്ങനെ ഈ മനസ്സിൻ്റെ കലഹം ഇല്ലാതെയാക്കാൻ അവർക്ക് വല്ലാത്തൊരു പ്രശ്നമായിരിക്കും. ശരീരം കൊണ്ട് പുരുഷൻ, മനസ്സുകൊണ്ട് സ്ത്രീ. എങ്ങനെ മനസ്സിൽ സ്ത്രീയല്ല, അപ്പോൾ സ്ത്രീയിലേക്ക് ശരീരത്തെയും മാറ്റാം എന്ന അർത്ഥത്തിൽ അവർ ചിന്തിക്കും. സത്യത്തിൽ ഇസ്ലാം പറയുന്നത് നിങ്ങൾ ആ ഈസ്ട്രജൻ എന്ന ഹോർമോണിന് പകരം ടെസ്റ്റോസ്റ്റിറോൺ എന്ന പുരുഷ ഹോർമോൺ കൊണ്ട് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ പുരുഷലിംഗത്തിലേക്ക് മാറുക. കാരണം നിങ്ങളുടെ അടിസ്ഥാന ലിംഗം അതാണല്ലോ എന്ന അർത്ഥത്തിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി. ഇപ്പോൾ പുരുഷൻ ലിംഗമാണ്, മനസ്സിങ്ങനെ ചികിത്സയിലൂടെ പുരുഷനിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ സ്തനമുണ്ട്, മറ്റു ധാരാളം യൂട്രസ് ഉണ്ട്. ആ സ്തനവും യൂട്രസും റിമൂവ് ചെയ്യാം. അത് ചികിത്സയുടെ ഭാഗമാണ്. പ്ലാസ്റ്റിക് സർജറി അവിടെ ഉപയോഗിക്കാം. അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. 6 വിരലുള്ള ഒരാൾക്കത് മുറിച്ചു മാറ്റാനുള്ള അനുവാദം നൽകിയ മതമാണ് ഇസ്ലാം. അതുപോലെ തന്നെ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി എന്ന് പറയുമ്പോൾ ലിംഗമാറ്റ ശസ്ത്രക്രിയ നിബന്ധനകൾക്ക് വിധേയമായിട്ട് അനുവദിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണം, ഒരു ഇൻ്റർസെക്സ് ആണ്, ആൾക്ക് 2 സെക്സിനോടും താല്പര്യമുണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ മാനദണ്ഡപ്രകാരം അയാൾ പുരുഷനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സ്ത്രൈണ്യ വികാരത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രൈണ്യ ലിംഗങ്ങളെ മുഴുവനും, യോനി, അതുപോലെ തന്നെ യൂട്രസ്, അത്തരം ഫെലോപ്പിയൻ ട്യൂബ്, അത്തരം അവയവങ്ങളെ മുഴുവനും നീക്കം ചെയ്യാം. അപ്പോൾ അയാളുടെ സ്ത്രീലിംഗത്തെ പൂർണ്ണമായി നീക്കം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ചികിത്സയുടെ ഭാഗമായി ഇസ്ലാം നൽകുന്നുണ്ട്. ഇത് പക്ഷേ നീതിമാനായ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാകണം എന്ന ഒരു കണ്ടീഷൻ കൂടി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി ട്രാൻസ്ജെൻഡറായ ആളുകൾക്ക് ശരീരം കൊണ്ട് പുരുഷനാണ്, മനസ്സിൽ സ്ത്രീയാണ്, അയാൾക്കൊരിക്കലും ഈ പുരുഷലിംഗത്തിന് പകരം ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ സ്ത്രീ ആവുന്നതിന് ഇസ്ലാം വിലക്കുന്നുണ്ട്. ന്യൂനപക്ഷം മറ്റു അഭിപ്രായം പറഞ്ഞെങ്കിലും ഭൂരിപക്ഷ പണ്ഡിതന്മാർ അങ്ങനെയാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തപ്പെട്ട ശേഷം ഇവർ തൃപ്തരല്ല, തിരിച്ച് പഴയ ലിംഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതായത് ശരീരം കൊണ്ട് പുരുഷനാണ്, മനസ്സിൽ സ്ത്രീയാണ്, മനസ്സിൽ സ്ത്രീ ആയതുകൊണ്ട് പുരുഷലിംഗത്തിൽ നിന്നും സ്ത്രീലിംഗത്തിലേക്ക് ശരീരത്തെ മാറ്റി അങ്ങനെ ജീവിച്ചു പോകുന്നു. കുറേ കഴിയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഈ പ്രശ്നം മാറുന്നു, അവർക്ക് വീണ്ടും പുരുഷനാകണമെന്ന ആഗ്രഹം വരുന്നു, വീണ്ടും ട്രാൻസ്ഫർ നടത്തുന്നു. അത്തരം ധാരാളം ആളുകളും ഇങ്ങനെ സെക്സ് ചേഞ്ചസ് റിഗ്രറ്റ് എന്നൊരു വെബ്സൈറ്റ് തന്നെ ഉണ്ട്. അത് വോൾട്ട് ഹെയർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ട്രാൻസ് വുമൺ ആയിരുന്നു ആദ്യം, പിന്നീട് അദ്ദേഹത്തിന് പുരുഷനാകണമെന്ന് തന്നെ തോന്നി. അങ്ങനെ ഇത്തരം സെക്സ് ചേഞ്ചിങ് സർജറി നടത്തിയിട്ട് നിരാശരായി ജീവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പറയുന്ന സെക്സ് ചേഞ്ചസ് റിഗ്രറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് തന്നെ നിലവിലുണ്ട്. അപ്പോൾ നീതിമാനല്ലാത്തൊരു ഡോക്ടറാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യുന്നതെങ്കിൽ തൻ്റെ മുൻപിൽ വരുന്ന ഏത് രോഗിയും അവരാവശ്യപ്പെടുന്ന പ്രകാരം അത് ചെയ്തു കൊടുക്കുന്ന ഒരു ഡോക്ടറാണെങ്കിൽ ഈ പ്രശ്നം അവർക്കുണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ മനസ്സിൻ്റെ ഈ പ്രശ്നം മാറിക്കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പഴയ ലിംഗത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരും. അതുപോലെ തന്നെ UK-യിലെ റസൽ റീഡ് എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം ധാരാളം മെയ് 25, 2007 ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. ധാരാളം സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി അദ്ദേഹം നടത്തി. പക്ഷേ അതിൽ അദ്ദേഹത്തിന് പിന്നീട് കുറ്റബോധം വന്നു എന്നാണ്. കാരണം ഇങ്ങനെ ഇദ്ദേഹം സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി നടത്തിയ പല ആളുകളും പിന്നീട് പഴയ ലിംഗത്തിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ലിംഗമാറ്റ ശസ്ത്രക്രിയ ആവശ്യമില്ലാത്തവർക്ക് വരെ അത് നടത്തി കൊടുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത്തരം ആളുകൾക്ക് വേണ്ടി ഇറാനിലൊക്കെ ധാരാളം അവർക്ക് ഇത്തരം ചികിത്സകൾ പലപ്പോഴും സൗജന്യമാണ്. 50%-ലേറെ അതിൻ്റെ ചിലവ് സർക്കാരാണ് വഹിക്കുന്നത്. 1980 മുതൽ ഒഫീഷ്യൽ ഐഡൻറ്റിറ്റി അവർക്ക് നൽകിയിട്ടുണ്ട്. മുഗളന്മാരും കുത്തുബുദ്ദീൻ ബക്തിയാർ കൽക്കി അടക്കമുള്ള സൂഫിയാക്കളുമാണ് ഇന്ത്യയിൽ തന്നെ ഇത്തരം ഇൻ്റർസെക്സ് ആയിട്ടുള്ള ഹുൻസകൾക്ക് ആവശ്യമായിട്ടുള്ള നിയമ നടപടികളും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളും അവർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങളുമൊക്കെ നൽകി വന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല പുരുഷനും സ്ത്രീയും അല്ലാത്ത പൂർണ്ണാർത്ഥത്തിലല്ലാത്ത ആളുകൾ ഉണ്ടാകുമെന്നത്, മറിച്ച് 50.99% പുരുഷനാണെങ്കിൽ പോലും ആ ആളെ പുരുഷനായി കണക്കാക്കാൻ ഇസ്ലാം ആഗ്രഹിക്കുന്നു. മനസ്സ് എന്ത് പറയുന്നു എന്നതിന് അടിസ്ഥാനത്തിലല്ല. കാരണം മനസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സെക്ഷൽ ഫാൻറ്റസിയുടെ ഭാഗമായിട്ട് ഒരു പുരുഷന് ഞാൻ സ്ത്രീയാണെന്ന് തോന്നിയേക്കാം. പക്ഷെ അവിടെ മനസ്സിന് ചികിത്സിക്കലും അതിനെ ക്ഷമിച്ച് ജീവിക്കലുമല്ലാതെ ലിംഗമാറ്റ ശസ്ത്രക്രിയ പോലുള്ളത് നടത്തി സ്ത്രീയിലേക്ക് മാറുന്ന ഒരു പ്രവണതയെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നു. എന്തൊക്കെ കാരണം കൊണ്ടാണെങ്കിലും ഹോമോസെക്ഷുവാലിറ്റിയെ ശക്തമായി എതിർക്കുന്നു. അത് ജന്മന ഉണ്ട് എന്ന് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ജന്മന ഉണ്ടെങ്കിൽ പോലും, അങ്ങനെ ഒരു ജീൻ ഉണ്ടെങ്കിൽ പോലും ആൽക്കഹോളിസം പോലെ, മദ്യാസക്തി പോലെ, ബലാത്സംഗത്തിനോടുള്ള താല്പര്യം പോലെയുള്ള ഒരു അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് പോലെയുള്ള ഒരു ജനിതക കാരണം തന്നെയാണ് ഇത് എന്നും വ്യക്തമാണ്. മാത്രമല്ല ഇതിന് നിയമപരിരക്ഷ ലഭിക്കുന്നതോടുകൂടി ബൈസെക്ഷലായിട്ടുള്ള ആളുകൾ, അതുപോലെ സെക്ഷൽ ഫാൻറ്റസിയുടെ ഭാഗമായിട്ട് സ്വവർഗരതി തോന്നുന്ന ആളുകളെല്ലാം ഹോമോസെക്ഷൽ ജീവിതം തിരഞ്ഞെടുക്കും. കാരണം വലിയ അനന്തമായ സാധ്യതയാണ്. അവിടെ ഗർഭമുണ്ടാവുന്നില്ല, പ്രസവം ഉണ്ടാവുന്നില്ല.
അതുപോലെ തന്നെ ആളുകളുടെ മുമ്പിൽ ചിലപ്പോൾ രഹസ്യമായി തന്നെ ഈ ആനന്ദങ്ങൾ ലഭിക്കാനൊക്കെയുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോമോസെക്ഷാലിറ്റിയെ ഇസ്ലാം നിശിതമായി എതിർക്കുന്നു. എന്നാൽ ഇൻ്റർസെക്സുകൾ എന്ന് പറയുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രം ഹുൻസകൾ എന്ന് പറഞ്ഞ ആളുകൾക്ക് വേണ്ടി നിരന്തരം ഇസ്ലാം വാദിക്കുന്നു. ഇത്തരം ഒരാളെ പോലും ഹോമോസെക്ഷൽ ആയതുകൊണ്ട് ഒരാൾ അകറ്റി നിർത്തരുത് എന്ന് പറയുന്നു. ഒരാൾ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അയാൾ അകറ്റുന്നു. കാരണം അയാളുടെ പ്രശ്നമല്ല പലപ്പോഴും അയാളുടെ മനസ്സിൽ അങ്ങനെ അള്ളാഹു ചിന്ത ഇട്ട് കൊടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നത് കൊണ്ടാണ്. അതിന് ക്ഷമിക്കുന്നതിന് അയാൾക്ക് പ്രതിഫലം നൽകുന്ന ഒരു പരലോകമുണ്ട് എന്നാണ് സ്നേഹബുദ്ധിയെ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, ഇസ്ലാം അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് പറയാനുള്ളത്. ഇത്തരം ധാരാളം വിവാഹം നടക്കാത്ത ആളുകളുണ്ട്. അവരൊക്കെ ക്ഷമിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന അള്ളാഹുവിൻ്റെ പ്രതിഫലം എന്ന സ്വർഗം. ഇനി ഇത്തരം ആളുകൾക്ക് ജീവിതത്തിൽ ഇടയ്ക്കെങ്കിലും ഇത്തരം ഹോമോസെക്ഷാലിറ്റി പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് തൗബ ചെയ്ത് അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതല്ലാതെ ഇസ്ലാം ഉപേക്ഷിക്കുകയും ഇത്തരം ജീവിതത്തിലേക്ക് മാത്രം തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ജീവിതം തിരഞ്ഞെടുത്ത ആളുകൾ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടി ഓർക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ആളുകൾ ഒരു കാരണവശാലും